നിർത്ത്. ഈ ചേട്ടൻ തന്നെ എന്നോട് എന്താ കാണിച്ചെന്നറിയോ? ഇവൻ എന്നെ കാനഡയെ കൊണ്ടുവന്ന് പറഞ്ഞ 5 ലക്ഷം എടുത്തിട്ട് പോയ പോക്കാ. പിന്നെ ഇന്നാ ഇവിടെ പൊങ്ങുന്നത്. ഞാനാണെ പലിശക്ക് എടുത്ത് അണ്ണാച്ചിന്റെ പുറകെ വരുമ്പോ ഞാൻ അണ്ണാച്ചിന്റെ മുമ്പേ അണ്ണാച്ചിന്റെ പുറകെ, അണ്ണാച്ചിന്റെ മുമ്പേ അണ്ണാച്ചിന്റെ പുറകെ ഞാൻ മുങ്ങി നടക്കുക. ഇവനെ കണ്ടത് നിന്റെ അച്ഛനാണോ പറയുന്നത്? എന്തായാലും കയ്യിലെടുത്ത് വില്ലനാണോന്നാ? പൈസ അടയ്ക്കാതെ ഞങ്ങളുടെ കിടപ്പാടവും പോയി. പിന്നെ കെട്ടിച്ചിട്ട പെട്ടിന്റെ വീട്ടിൽ പോയി ഞങ്ങൾക്ക് കിടക്കേണ്ട ഗതികേട് വന്നു. അവൻ അവിടെയും വന്നു. എന്നിട്ട് അവൻ എന്റെ മരുമോനെ ബൈക്ക് കൊണ്ടുപോയി ആക്രിക്ക് കൊടുത്ത് എന്റെ മോളുടെ ജീവിതവും വഴിയാധാരമായി. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. 7000 രൂപ കെട്ടിയല്ല വൈകിരി. പ്രശ്നക്കാരനാണോന്നാ? ഇരിക്കുന്ന ഇവന്റെ അച്ഛന് ബീഡി മേടിച്ചിട്ടാന്ന് പറഞ്ഞ് രാത്രി വിളിച്ചോണ്ട് പോയി കിഡ്നി എടുത്ത് വിറ്റ് കാശാക്കിയവനാ ഈ പരനാറി. എന്താ അച്ഛനല്ല അച്ഛാ പറഞ്ഞത്. അച്ഛന്റെ കയ്യിൽ ഇനി ഒന്നും തരായില്ല. മോനെ എന്റെ കിഡ്നി വേണോ എടുത്തോളാൻ. അങ്ങനെയല്ല അച്ഛാ അച്ഛന്റെ കിഡ്നിയെ കൊണ്ട് വിറ്റത് എന്നല്ല പറയാൻ ഒരു മനസാക്ഷിയില്ല. ഇതിലും ഭേദം എന്നെ കൊന്നുകൂടായിരുന്നോടാ ഭാർഗവി. ഇത്തിരി വെള്ളം. കൊറേ നേരമല്ല നിങ്ങൾ വെള്ളം ചോദിച്ചു പോയി കണ്ടിച്ചാ ഭാർഗവി. എന്റെ പൊന്നു ചേട്ടത്തി, ഒന്നുമില്ലാലും നിങ്ങളുടെ മോനല്ലേ അവൻ, ഒന്ന് ക്ഷമിച്ചൂടെ? എല്ലാം ഞാൻ ക്ഷമിച്ചതുമായിരുന്നു. പക്ഷെ എന്നെ മിയാമോള ഇവൻ കൊണ്ടുപോയി വിറ്റ് കാശാക്കി. അത് മാത്രം ഞാൻ ഇവനോട് ക്ഷമിക്കില്ല. സ്വന്തം പെങ്ങളൊന്നുമില്ല, ഇവിടുത്തെ കൂത്തിപ്പട്ടിയില്ലേ നല്ലത്. ഞാൻ കൊണ്ട് 350 രൂപ കൊടുത്തില്ലായിരുന്നു കൊണ്ടല്ലേ കണ്ട ആ പട്ടിയിലെ വീട്ടിൽ കിടന്ന് ഇറങ്ങി. അറിയോ നിങ്ങൾക്ക്? ഞാൻ ഇരിക്കാൻ വന്നിരിക്കുന്നത്. ഇനി പറ ഇവൻ ചാവണ്ടവനാണല്ലോ എന്ന്. വീട്ടിൽ കിടക്കുന്ന പുട്ടുകൂടം, ഇഡലിക്കുട്ടകം, അപ്പച്ചട്ടി എല്ലാം ഇവൻ വിറ്റ് കാശാക്കി. ഇപ്പൊ പ്ലാവില കുത്തിയാ കഞ്ഞി കുടിക്കുന്ന അറിയാവോ? ചേട്ടാ പോ, തള്ള വരുന്നു. നിനക്കടാ ആറ്റിലൊന്നും നീ ചാണ്ട, ഞാൻ വല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി തരാം. അയ്യോ അത് പറ്റൂല. നമ്മൾ വരുന്ന വഴിക്ക് നാട്ടുകാരും വീട്ടുകാരെല്ലാം കണ്ട് ചേട്ടനെ എന്റെ സംരക്ഷകൻ. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ബാപ്പുവാ.